الله وبركاته. الحمد لله رب العالمين. نحمدك يا من غلحت لنا سبل الهداية وأوزعت عن بصائرنا غصوة الغوايا. نصلي ونسلم على من أرسلت إلينا شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وهو سراجا منيرا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. إن تجتنبوا كبائر ما تنهون عنه نكفر عنكم سيئاتكم وندخلكم مدخلا كريما. സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആമുഖമായി തന്നെ ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ ഒട്ടനവധി കാര്യങ്ങൾ, അള്ളാഹുവിൻ്റെ ദീന് അനുവദിച്ചിട്ടുള്ള ഒരുപാട് മേഖലകൾ, ഈ രണ്ടെണ്ണത്തിനെയും നമ്മൾ ഒരിക്കലും നിസ്സാരമായി കാണരുത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഒരു പുണ്യകർമ്മത്തെയും നിങ്ങൾ നിസ്സാരവൽക്കരിക്കരുത്. അതുപോലെ തന്നെ ഒരു പാപത്തിനെയും നിങ്ങൾ ചെറുതായി കാണരുത്. എല്ലാ പാപങ്ങൾക്കും അതിൻ്റെതായ ഗൗരവമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുന്നത് കാണാം. പാപങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പാപങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും നമുക്ക് എണ്ണി പഠിപ്പിച്ചിട്ടുണ്ട്. മൂബിഖാത്തുകൾ, വൻ പാപങ്ങൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണി പഠിപ്പിച്ച പരിശുദ്ധ ഖുർആനിൻ്റെയും റസൂലുള്ളാഹിൻ്റെ ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ വിശദീകരിച്ചു തന്ന പാപങ്ങളെ കാണാം. അതിൻ്റെ ഗൗരവത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നിടത്ത് ഒരു മനുഷ്യൻ വൻ പാപം ജീവിതത്തിൽ ഉരുവിട്ടാൽ, ജീവിതത്തിൽ ചെയ്താൽ, അവൻ്റെ സ്വർഗം അവന് തടയപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നിസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, സുഹൃതങ്ങൾ ചെയ്യുന്നു, അതിൻ്റെ കൂടെ ഒരാൾ വൻപാപം ചെയ്താൽ വൻപാപം ചെയ്തവൻ്റെ സ്ഥാനം നരകമാണ്. സ്വർഗം ആർക്കുള്ളതാണെന്ന് അള്ളാഹു വിശദീകരിച്ചിടത്ത് 42-ാമത്തെ അധ്യായത്തിൽ 37-ാമത്തെ വചനത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്ന വാചകം നമുക്ക് കാണാം. വല്ലദീന യജ്തനിബൂനൽ കബായിറൽ ഇസ്മി വൽ ഫവാഹിഷ വഇദാ മാ ഗളിബൂഹും യഗ്ഫിറൂൻ. അള്ളാഹു പറഞ്ഞത്, വൻ പാപങ്ങളും നീചവൃത്തികളും വർജിക്കുന്നവരും കോപം വന്നാൽ ക്ഷമിക്കുകയും ചെയ്യുന്ന ആളുകൾ, അങ്ങനെ കോപം വന്നാൽ പൊറുക്കുന്നവരുമായിട്ടുള്ള ആളുകൾക്കുള്ളതാകുന്നു അള്ളാഹു സ്വർഗം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. സ്വർഗം ആർക്കുള്ളതാ? അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞു, വൻ പാപങ്ങളെയും നീചവൃത്തികളിൽ നിന്നും ഒഴിവാകുന്ന ആളുകൾ. വലിയ പാപങ്ങളായി അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള എല്ലാ പാപങ്ങളിൽ നിന്നും പരിപൂർണമായും വിട്ടു നിൽക്കണം എന്ന നിർദ്ദേശം. അങ്ങനെയുള്ള ആളുകൾക്ക് അതേപോലെ തന്നെ സ്വബറോടുകൂടി കോപം വരുന്ന സമയത്ത് പൊറുക്കുന്ന, ക്ഷമിക്കുന്ന ആളുകൾക്കുള്ളതാകുന്നു സ്വർഗം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് പരിശുദ്ധ ഖുർആനിലെ 42-ാമത്തെ അധ്യായത്തിൻ്റെ 37-ാമത്തെ വചനമാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വൻ പാപങ്ങൾ എന്ന് പറഞ്ഞിട്ട് പിന്നെ പ്രയോഗിച്ചത് ഫവാഹിഷ്, നീചവൃത്തികൾ, വൃത്തികെട്ട പ്രവർത്തനങ്ങൾ,
എന്നിട്ട് അള്ളാഹു പറഞ്ഞു ഇദാ മാ ഗളിബൂഹും, ദേഷ്യം വരുന്ന സമയത്ത് യഗ്ഫിറൂൻ, പൊറുക്കുക, ഒന്ന് ക്ഷമിക്കുക, ഒന്ന് സുബർ ഉള്ളവരായി മാറുക, എങ്കിൽ അവർക്കാകുന്നു അള്ളാഹു സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നാണ്. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ഇനിയും വിശദീകരിക്കുന്ന നമുക്ക് കാണാം. 4-ാമത്തെ അധ്യായം അതിന്റെ 31-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞത് സ്വർഗവും പാപമോചനത്തെ സംബന്ധിച്ചും അള്ളാഹു വിശദീകരിക്കുന്നിടത്ത് ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു നുകഫിറ അൻകും സയ്യിആതികും വനുദ്ഖിലകും മുദ്ഖലൻ കരീമ. ഇത് പരിശുദ്ധ ഖുർആനിന്റെ മറ്റൊരു ശൈലിയാണ്. നിങ്ങളോട് നിരോധിക്കപ്പെട്ടിരിക്കുന്ന, നിങ്ങളോട് നിഷിദ്ധമാണെന്ന് നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ള വൻ പാപങ്ങൾ നിങ്ങൾ വർജിക്കുന്ന പക്ഷം, തിന്മകളെ, ഈ വലിയ പാപങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കുന്ന പക്ഷം നിങ്ങളുടെ തിന്മകളെ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും എന്ന് പറഞ്ഞത് ചെറിയ പാപങ്ങൾ അതിലൂടെ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും. വലിയ പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന നേട്ടമാണ് ചെറിയ ചെറിയ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും എന്നുള്ള ഹദീസ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ അധ്യായത്തിലെ 31-ാമത്തെ വചനത്തിൽ അള്ളാഹു പഠിപ്പിക്കുകയാണ്. അള്ളാഹു പറഞ്ഞത് ആ ചെറിയ പാപങ്ങളെ നിങ്ങളിൽ നിന്ന് അള്ളാഹു മായിച്ചു കളയുമെന്നാണ്. എന്നിട്ട് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞത് വനുകഫിറ അൻകും സയ്യിആതികും വനുദ്ഖിലകും മുദ്ഖലൻ കരീമാ, മാന്യമായ സ്ഥലത്ത് അള്ളാഹു നിങ്ങളെ പ്രവേശിപ്പിക്കും എന്നാണ്. ആ മാന്യമായ സ്ഥലം അത് സ്വർഗമാണ്. അപ്പൊ വലിയ പാപങ്ങൾ കാരണം, വലിയ പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് കാരണം അള്ളാഹു ചെറിയ പാപങ്ങളെ നമ്മളിൽ നിന്ന് ചെയ്യും. ചെറിയ പാപങ്ങളിൽ നിന്ന് അള്ളാഹു ആ പാപങ്ങളെ നമ്മളിൽ നിന്ന് അള്ളാഹു മായ്ച്ചു കളയും. അതിൻ്റെ അർത്ഥം ചെറിയ പാപം ചെയ്യാന്നല്ല. വലിയ പാപം ഒരു മനുഷ്യൻ അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് വൻ പാപങ്ങളിൽ നിന്ന് ഒരാൾ വിട്ടു നിൽക്കുകയാണെങ്കിൽ ചെറുപാപങ്ങൾ അതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും എന്നുള്ളതാണ്. മനുഷ്യൻ എന്ന നിലക്ക് ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ചെറിയ ചെറിയ പാപങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും എന്നതാണ്. അതുപോലെ തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 53-ാമത്തെ അധ്യായത്തിലെ 32-ാമത്തെ വചനത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നത് അല്ലദീന തജ്തനിബൂന കബായിറൽ ഇസ്മി വൽ ഫവാഹിഷ ഇല്ലൽ ലമം ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, അതായത് വലിയ പാപങ്ങളിൽ നിന്നും നീചവൃത്തികളിൽ നിന്നും നിസ്സാരമായതൊഴിച്ച് മറ്റുള്ള പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരായ ആളുകൾക്ക് അല്ലാഹു ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ, അല്ലാഹു പാപമോചനം വിശാലമായി നൽകുമെന്ന് റസൂലുള്ളാഹ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരാണ്. ഈ ആയത്ത് ഓതിയിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിക്കുന്നത് കാണാം. അല്ലാഹു നിഷിദ്ധമാക്കിയ വലിയ പാപങ്ങളിൽ നിന്ന് വിട്ടു നിന്നുകൊണ്ട് ജീവിതത്തെ സുരക്ഷിതമാക്കുന്ന ആളുകൾക്ക് അല്ലാഹു ചെറിയ പാപങ്ങളല്ല പുറത്തു കൊടുക്കുമെന്ന് മാത്രമല്ല, ഇന്ന റബ്ബക, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല വാസിഉൽ മഗ്ഫിറ, വിശാലമായ പാപമോചനം അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നു. പാപമോചനം അല്ലാഹു തരും എന്തുണ്ടെങ്കിൽ അല്ലാഹു ഗൗരവമായി ഉണർത്തിയ പാപങ്ങളിൽ നിന്ന് വിട്ടുനിന്നാൽ. ഇത് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന പാഠമാണ്. ഏതൊരു തിന്മയും ആ തിന്മയുടെ ഗൗരവത്തിൽ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണമെന്നാണ്. എല്ലാ തിന്മകളും ഇപ്പം നിസ്സാരമായി നമ്മുടെ നാവ് കൊണ്ട് ഉച്ചരിക്കുന്ന ഒരു വൃത്തികെട്ട പ്രയോഗം പോലും, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്തൊരു വാക്ക് പോലും ജീവിതത്തിൽ ഉപയോഗിക്കാതെ സൂക്ഷിച്ചാൽ അതിന് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ കൂലി കിട്ടുന്നതാണ്. നന്മ രേഖപ്പെടുത്തുന്നത് പോലെ തന്നെ അള്ളാഹ്ക്ക് വേണ്ടി ഒരു തിന്മ ഒരാൾ ഒഴിവാക്കിയാൽ അതും പുണ്യമായി അള്ളാഹു എന്ത് ചെയ്യും? രേഖപ്പെടുത്തും. സബറിനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞ ആയത്തുകളിലൊക്കെ അള്ളാഹു സബറും ചേർത്ത് വിശദീകരിക്കുന്നത് കാണാം. സബറിന് അള്ളാഹു കൂട്ടി പറഞ്ഞത് പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഒരു സബർ വേണം. ഒരു തെറ്റ് ചെയ്യാനുള്ള അവസരം മുന്നിൽ ഇങ്ങനെ കാണുമ്പോൾ ആ തെറ്റിൽ നിന്ന് എൻ്റെ റബ്ബ് വിലക്കിയതാണെന്ന് മനസ്സിലാക്കി മാറി നിൽക്കുന്ന ആളുകൾക്ക് സബർ ഉണ്ടെങ്കിൽ അത് നടക്കുള്ളൂ.
അങ്ങനെ ക്ഷമിക്കുന്ന ആളുകൾക്ക് അല്ലാഹു പ്രതിഫലം രേഖപ്പെടുത്തുകയാണ്. ആ സ്വബറിന്റെ കാരണം കൊണ്ട്, ക്ഷമിക്കുന്നത് കൊണ്ടും, അവൻ പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് കൊണ്ടും, അവന്റെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ച ചെറിയ പാപങ്ങളെ അള്ളാഹുവിന് പുറത്തു കൊടുക്കുമെന്നതാണ്. ഹദീസിൽ കാണാം, റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് ഒരു മനുഷ്യൻ കയറി വന്നു. അള്ളാഹിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് ഒരു മനുഷ്യൻ പറഞ്ഞു, റസൂലേ, ഞാൻ കൂടുതൽ നന്മകളൊന്നും ഞാൻ ചെയ്തിട്ടില്ല, ഒരുപാട് നന്മകളൊന്നും ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല, ഞാൻ കുറച്ച് നന്മകളെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇനി കൂടുതൽ നന്മ ചെയ്യാൻ കഴിയുമെന്ന തോന്നലും എനിക്കില്ല. പക്ഷേ റസൂലെ, നിങ്ങൾ എന്നെ ഒന്ന് ഉപദേശിക്കണം, എനിക്കൊരു ഉപദേശം തരണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കൊക്കെ പരിചയമുള്ള 2 ആയത്ത് ഓതി കൊടുത്തു. അള്ളാഹുവിന്റെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വഹയുമായി വന്ന് റസൂലുള്ളാഹിക്ക് ഓതിക്കൊടുക്കുന്ന വചനം നമുക്ക് കാണാം. فمن يعمل مثقال ذرة خيرا يرى ومن يعمل مثقال ذرة شرا يرى ومن يعمل مثقال ذرة خيرا يرى. ഒരണുമണി തൂക്കം നന്മ ആരെങ്കിലും ചെയ്താൽ അത് അല്ലാഹു നാളെ പരലോകത്ത് കൊണ്ടുവരുന്നതാണ്. ومن يعمل مثقال ذرة شرا يرى. ഒരണുമണി തൂക്കം തിന്മ ആരെങ്കിലും ചെയ്താൽ അതും അല്ലാഹു നാളെ പരലോകത്ത് കൊണ്ടുവരും. ഈ ആയത്ത് കേട്ട ഉടനെ ഈ സ്വഹാബി റസൂലുള്ളാഹിനോട് ചോദിക്കുന്ന, ഈ മനുഷ്യൻ റസൂലിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, മിസ്കാല ദർറ യാ റസൂലല്ലാഹ്, അണുമണി തൂക്കമോ നബിയെ? അണുമണി തൂക്കം നന്മ ചെയ്താൽ അതും കൊണ്ടുവരും, അണുമണി തൂക്കം തിന്മ ചെയ്താൽ അതും കൊണ്ടുവരും എന്നുള്ള ആയത്ത് കേട്ടപ്പോൾ ചോദിക്കുന്ന ചോദ്യം എന്താ? മിസ്കാല ദർറ യാ റസൂലല്ലാഹ്, അണുമണി തൂക്കോ റസൂലെ? അത്ര നിസ്സാരം. പണ്ഡിതന്മാർ ഈ മിസ്കാല ദർറ എന്നുള്ള പ്രയോഗത്തിന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതാണ്, ചോണനുറുമ്പിൻ്റെ കാലിൻ്റെ വലുപ്പം. അരിച്ചു പോകുന്ന ചെറിയ ഉറുമ്പുണ്ടല്ലോ, ആ ഉറുമ്പിൻ്റെ കാലിൻ്റെ വലുപ്പം പോലും ഇല്ലാത്ത അണു, കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത അണുവിൻ്റെ വലുപ്പത്തിലുള്ളൊരു നന്മ ഒരാൾ ചെയ്താൽ അത് അള്ളാഹിൻ്റെ കോടതിയിൽ അതിനുള്ള പ്രതിഫലമുണ്ട്. അത്ര തന്നെ ഒരു തിന്മ ഒരാൾ ചെയ്താൽ അതിനുള്ള ശിക്ഷ അല്ലാഹു വിധിക്കുന്നതാണ്, അതും അവിടെ കൊണ്ടുവരുന്നതാണ്. ഈ ആയത്ത് കേട്ടവുടൻ ഈ സ്വഹാബി ചോദിക്കുന്നു, മിസ്കാല ദർറ യാ റസൂലല്ലാഹ്, അണുമണി തൂക്കമോ നബിയെ? അവിടുന്ന് കയ്യും മലർക്കെ പിടിച്ചിട്ട് ആ മനുഷ്യൻ ഇങ്ങനെ ഇറങ്ങിപ്പോയി. മിസ്കാല ദർറ, മിസ്കാല ദർറ, മിസ്കാല ദർറ. അതങ്ങോട്ട് ഉൾക്കൊണ്ടു. നന്മ ചെയ്യാനുള്ളൊരു പ്രചോദനം അദ്ദേഹത്തിൻ്റെ കൽബിന് കിട്ടി. ഇനിയൊരു പാപവും ഞാൻ ചെയ്യൂല എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് ആ മനുഷ്യൻ എത്തി, ഒരൊറ്റ ഈ 2 ആയത്തുകൾ കൊണ്ട്. ഹബീബായി റസൂലിൻ്റെ മുന്നിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന മനുഷ്യനെ കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബികളെ, കൂടുതൽ നന്മകളൊന്നും ചെയ്യാതെ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണണോ? കൂടുതൽ ഇബാദത്തുകളൊന്നും ഇല്ലെങ്കിലും ചെയ്ത ഇബാദത്തിൻ്റെ മഹിമ മനസ്സിലാക്കിയിട്ട് പാപങ്ങളിൽ നിന്ന് വിട്ടുനിന്നിട്ട് സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണണമെന്ന് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ സ്വഹാബത്ത് പറഞ്ഞു, റസൂലെ, ആരാണ് ആ സൗഭാഗ്യവാൻ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ആ കയ്യ് മലർക്കെ പിടിച്ചിട്ട് മിസ്കാല ദർറ, മിസ്കാല ദർറ, മിസ്കാല ദർറ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്ന മനുഷ്യനെ കണ്ടോ? അയാൾ സ്വർഗത്തിലാണെന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നെ അറിയിച്ചു എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ചു, ഒരു തിന്മയായി ഉൾക്കൊള്ളാനുള്ളൊരു മാനസികാവസ്ഥ, ഒരു പാപത്തിനെ പാപമായി ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ ജീവിതത്തിൽ ഉണ്ടാവാൻ, ഒരു കാര്യം, ഒരു തെറ്റിലേക്ക് നമ്മുടെ മനസ്സ് മന്ത്രിക്കുമ്പോൾ ഇതെൻ്റെ റബ്ബ് വിലക്കിയതാണത്, ഞാൻ ചെയ്തുകൂടാന്നുള്ളൊരു ചിന്തയിലേക്ക് സഹോദരങ്ങളെ നമ്മുടെ കൽബെത്തണം, നമ്മുടെ മനസ്സെത്തണം. അവിടെയാണ് രക്ഷ ഉള്ളത്, അവിടെയാണ് വിജയമുള്ളത്. അപ്പോഴേ നമ്മുടെ മനസ്സെന്തുണ്ടാവുള്ളൂ? റബ്ബിനെ കുറിച്ചുള്ള ബോധം നമ്മുടെ കൽബിൽ സദാ ഉണ്ടാവണം. നവാസ് ഇബ്നു സമഅൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചല്ലോ. റസൂലുള്ളാഹിനോട് ചോദിച്ചല്ലോ, അനിൽ ബിർരി വൽ ഇസ്മ, റസൂലെ, എന്താണ് ബിർറ്, പുണ്യം എന്താണ്, പാപം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ, അൽ ബിർറു, പുണ്യം എന്ന് പറഞ്ഞാൽ ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവമാണ്. വൽ ഇസ്മ, പാപം എന്ന് പറഞ്ഞാൽ മഹക ഫീ സുദ്രിക, നിന്റെ മനസ്സിന് ചൊറിച്ചിലുണ്ടാക്കുന്നതൊക്കെ പാപമാണ്. ചെയ്തു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്യണമെന്നുള്ള തോന്നൽ വരുന്നതും ചെയ്തു കഴിഞ്ഞിട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു, ചെയ്യേണ്ടില്ലായിരുന്നു എന്ന് തോന്നുന്നതൊക്കെ പാപമാണ്.
വകരിഹ്ത അൻ യത്തലിഅ അലൈഹി നാസ്, ജനങ്ങൾ കാണുന്നതിനെ നീ വെറുക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനം. ആൾക്കാർ കാണുമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ പാപമാണെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അങ്ങനെയുള്ളൊരു നിസ്സാരമായ തെറ്റിൽ നിന്ന് പോലും തൗബ ചെയ്ത് മടങ്ങി ഇസ്തിഗ്ഫാറിനെ തേടി മടങ്ങുന്ന സ്വഹാബാക്കളെ ചരിത്രത്തിൽ നമുക്ക് കാണാം. ചെയ്തല്ലോ എന്നുള്ള സങ്കടം, ചെയ്തു പോയല്ലോ എന്ന കുറ്റം അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ അത് എടുത്ത് പറഞ്ഞിട്ട് റബ്ബിനോട് കരഞ്ഞു ചോദിക്കുന്ന സ്വഹാബികളെ നമുക്ക് ചരിത്രത്തിൽ കാണാം. ചെറുതും വലുതുമായ പാപങ്ങൾ റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് അമരിയ ഗോത്രത്തിൽപ്പെട്ടൊരു പെണ്ണ് കയറി വന്നു. റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, ത്വഹിർനി യാ റസൂലല്ലാഹ്, റസൂൽ എന്നൊന്ന് ശുദ്ധീകരിക്കണം. എന്താ ശുദ്ധീകരണം? ഞാൻ വ്യഭിചരിച്ചു പോയി, വ്യഭിചാരം എന്ന തെറ്റ് ഞാൻ ചെയ്തു പോയി, അതുകൊണ്ട് എന്നൊന്ന് ശുദ്ധീകരിക്കണം എന്നാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാക്ക് കേട്ടപ്പോൾ റസൂലുള്ളാഹിന്റെ മുഖം തിരിച്ചു. റസൂൽ തിരിഞ്ഞു നിന്ന ഭാഗത്തേക്ക് പെണ്ണ് മുന്നിലേക്ക് വീണ്ടും വന്നിട്ട് പറഞ്ഞു, റസൂലെ ത്വഹിർനി യാ റസൂലല്ലാഹ്, എന്നെ ശുദ്ധീകരിക്കണം റസൂലെ, ഞാൻ തെറ്റ് ചെയ്തവളാണ്, കുറ്റം ചെയ്തവളാണ്. അള്ളാഹുവിന്റെ റസൂൽ വീണ്ടും മുഖം തിരിച്ചു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് വന്ന് വീണ്ടും പറഞ്ഞു, ത്വഹിർനി യാ റസൂലല്ലാഹ്, എന്നൊന്ന് ശുദ്ധീകരിക്കൂ റസൂലെ. ഹൃദയത്തിൻ്റെ ഉള്ളിൽ ചെയ്തു പോയ തെറ്റിനെ കുറിച്ചുള്ള ഖേദം, ചെയ്തല്ലോ എന്നുള്ള മനസ്സിന്റെ ഉള്ളിലെ വേദന, അത് ഉൾക്കൊണ്ടിട്ടാണ് റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നിട്ട് ഈ വാക്ക് പറയുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പെണ്ണിനോട് പോകാൻ പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനെ വിളിച്ചിട്ട് ആ പെണ്ണിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി പഠിപ്പിക്കാൻ. അവൾക്ക് തലക്ക് വല്ല ഭ്രാന്തും ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ, അങ്ങനെ തെറ്റവൾ ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ. അന്വേഷിച്ചപ്പോൾ തലക്ക് അസുഖമൊന്നുമില്ല. ചെയ്തു പോയ തെറ്റിനെ കുറിച്ചുള്ള സങ്കടം റസൂലിൻ്റെ മുന്നിൽ വന്ന് പറയാണ്. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് വന്നിട്ട് പറഞ്ഞു, റസൂൽ അവൾ തെറ്റ് ചെയ്തവളാണ്, അവൾ ഗർഭിണിയാണ്, പ്രസവിക്കാൻ അവളുടെ വയറ്റിലൊരു കുഞ്ഞ് വളരുന്നുണ്ട്, വ്യഭിചരിച്ചവളാണ് അവൾ. ഈ വാക്ക് കേട്ട ഉടനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പിന്നെയും വന്ന പെണ്ണ് റസൂലിനോട് വന്നിട്ട് പറയാണ്, ത്വഹിർനി യാ റസൂലല്ലാഹ്, എന്താണ് ഈ ശുദ്ധീകരണം? എന്നെ ശുദ്ധീകരിക്കണം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? വ്യഭിചരിച്ചൊരാണോ പെണ്ണോ വിവാഹം കഴിഞ്ഞിട്ട് വ്യഭിചരിച്ചാൽ, അങ്ങനെ വ്യഭിചരിച്ചവർക്ക് ദുനിയാവിൽ അല്ലാഹ് വിധിച്ചുള്ള ശിക്ഷ ഏതാ? റജമാണ്, എറിഞ്ഞു കൊല്ലലാണ്. എറിഞ്ഞു കൊല്ലുക എന്നുള്ള ശിക്ഷ വിധിയാണ്. ആ ശിക്ഷ ഏറ്റുവാങ്ങാനാണ് ഈ വന്നിട്ടുള്ളത്. ത്വഹിർനി യാ റസൂലല്ലാഹ്, എന്നെ ശുദ്ധീകരിക്കണം റസൂലെ. ഇവിടുത്തെ ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങിയിട്ടില്ലെങ്കിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ ഈ കാരണം കൊണ്ട് ഞാൻ നരകത്ത് പോയാലോ എന്ന പേടി. ആ പേടിയാണ് ആ പെണ്ണിന് ആ രൂപത്തിലേക്ക് മാറാനും ചിന്തിക്കാനും റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് വന്ന് ഈ പരാതി പറയാനും ഈ പെണ്ണിനെ പ്രേരിപ്പിച്ചതെങ്കിൽ സഹോദരങ്ങളെ ഒന്ന് ആലോചിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെണ്ണിന് ഇളവ് കൊടുത്തു. ഇപ്പോ നിന്റെ ഗർഭത്തിൽ ഒരു കുഞ്ഞുണ്ട്, പ്രസവിച്ചിട്ട് വാ. ചുരുങ്ങിയത് 10 മാസം അല്ലേ, 10 മാസം സമയം കൊടുത്തു റസൂലുള്ളാഹി. പോയി അവൾ പ്രസവിച്ചതിന് ശേഷം ചോരപ്പൈതലിനെ കയ്യിൽ പിടിച്ചിട്ട് റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് വന്നു. ചെറിയ കുട്ടീനെ മലർക്കെ കയ്യിലിങ്ങനെ മലർത്തി പിടിച്ചിട്ട് ഹബീബിൻ്റെ മുന്നിലേക്ക് എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ കുഞ്ഞ് മുലകുടി പ്രായത്തിലുള്ള കുട്ടിയാണ്, ആ കുഞ്ഞിൻ്റെ മുലകുടി പ്രായം തീരട്ടെ നീ പോ. ഫിസ്വാലുഹു ഫി ആമൈൻ, 2 കൊല്ലക്കാലമാണ് മുലകുടി പ്രായം. ആ 2 കൊല്ലം റസൂൽ വീണ്ടും ആ പെണ്ണിന് അവസരം കൊടുത്തു വിട്ടുപോകാൻ. 3 വർഷത്തോളം ആ പെണ്ണിന് ഗ്യാപ്പ് കിട്ടി. അവൾക്ക് രക്ഷപ്പെടായിരുന്നു. പക്ഷെ അവളെ മനസ്സിൻ്റെ ഉള്ളിൽ ചെയ്തു പോയ തെറ്റിനെ കുറിച്ചുള്ള ആ കുറ്റബോധം ഉണ്ടല്ലോ, അതിൻ്റെ ആഴം. ഈ കുഞ്ഞ് മുലകുടിപ്രായം തീർന്നു എന്ന് മാത്രമല്ല, റൊട്ടി തിന്നാനുള്ള പ്രായമായി എന്ന് റസൂലിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു ഉണക്കറൊട്ടിൻ്റെ കഷ്ണം ഈ കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് കുഞ്ഞിനെ കയ്യിൽ പിടിച്ച് നടത്തിയിട്ട് 2 വയസ്സ് പ്രായമുള്ള കുട്ടീനെയും കൊണ്ട് റസൂലുള്ളാഹിന്റെ മുന്നിലെത്തി. വർഷങ്ങൾ കഴിഞ്ഞിട്ട് എന്നിട്ട് റസൂലിനോട് പറഞ്ഞ വാക്കിതാണ്, ത്വഹിർനി യാ റസൂലല്ലാഹ്, എൻ്റെ കുട്ടി റൊട്ടി തിന്നുള്ള പ്രായം, ഇപ്പോഴെങ്കിലും നിങ്ങൾ ആ ശിക്ഷ വിധിക്കണം. ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ കാണാം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്ക് നിർദ്ദേശം കൊടുത്തു. ഒരു കുഴിയിലേക്ക്, ഒരു ചെരിഞ്ഞ പ്രദേശത്ത് ഒരു കുഴിഭാഗത്തേക്ക് ഇറക്കി നിർത്തി റസൂലുള്ളാഹി. ആ കുട്ടിയുടെ ചുമതല സ്വഹാബത്തിനെ ഏൽപ്പിച്ചു. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എറിയാനുള്ള വിധി പുറപ്പെടുവിച്ചു. ഖാലിദ് ഇബ്നു വലീദ് ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ ഒരു മഹൽ വ്യക്തിത്വമാണ്. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു. ഖാലിദ് ഇബ്നു വലീദിൻ്റെ കയ്യിൽ
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കല്ല് കൊടുത്ത് ചില സ്വഹാബികളെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ട് എറിയാൻ പറഞ്ഞു. എറിയാൻ വേണ്ടി തീരുമാനിച്ചിട്ട് എറിഞ്ഞപ്പോൾ ഖാലിദ് ബിൻ വലീദിൻ്റെ കല്ല് പെണ്ണിൻ്റെ തലയിൽ തട്ടിയിട്ട് ആ പെണ്ണിൻ്റെ തലയിലെ രക്തം ഖാലിദിൻ്റെ കുപ്പായത്തിലേക്ക് തെറിച്ചു. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു കുപ്പായം ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, ഛേ, ഒരു വ്യഭിചാരി പെണ്ണിൻ്റെ ചോര എൻ്റെ കുപ്പായത്തിലായല്ലോ. ഇത് കേൾക്കേണ്ട താമസം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഖം ചുവന്നു, റസൂലുള്ളാഹിന്റെ കണ്ണ് ചുവന്നു. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മഹ്ലൻ യാ ഖാലിദ്, മിണ്ടല്ല ഖാലിദേ, നാവടക്ക് ഖാലിദേ. റസൂൽ താക്കീത് കൊടുത്തത് ചരിത്രത്തിൽ കാണാം. ആ പെണ്ണ് മരണപ്പെട്ടതിന് ശേഷം അവളുടെ ജനാസ നമസ്കരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ മയ്യത്തിൽ നിൽക്കുന്നതിൻ്റെ മുന്നിലേക്ക് കയറി നിന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കുപ്പായത്തിൽ പിടിച്ചു. ഇങ്ങനെയുള്ള വ്യഭിചാരി പെണ്ണുങ്ങൾക്ക് നിങ്ങൾ ഇമാമത്തിക്കരുത് റസൂലെ. ഉമറിൻ്റെ കയ്യിന് റസൂലുള്ള തട്ടി മാറ്റിയിട്ട് റസൂലുള്ള നിസ്കരിക്കാൻ നിന്നു. നിസ്കാരം കഴിഞ്ഞിട്ട് ആ പെണ്ണിൻ്റെ ഖബറിലേക്ക് അവളുടെ ശരീരം വെച്ചതിന് ശേഷം, അവളുടെ മയ്യത്ത് വെച്ചതിന് ശേഷം സ്വഹാബത്തിൻ്റെ റസൂൽ കൊടുത്ത താക്കീതുകൾ, നിങ്ങളുടെ നാവിനെ നിങ്ങൾ നിയന്ത്രിക്കണം സ്വഹാബ. ഈ പെണ്ണിൻ്റെ തൗബ ഒരു തട്ടിലും, ഈ കാണുന്ന മുഴുവൻ സ്വഹാബികളുടെ തൗബ മറ്റൊരു തട്ടിലും വെച്ചാൽ ഈ പെണ്ണിൻ്റെ തൗബക്കായിരിക്കും കനം തൂങ്ങാൻ. തെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ചെയ്തല്ലോ എന്നുള്ള സങ്കടം കൊണ്ട് കൊടുത്ത അവസരം മുഴുവനും തൗബ ചെയ്ത് മടങ്ങിയിട്ട് റബ്ബിൻ്റെ അടുക്കലേക്ക് ഖേദിച്ചു മടങ്ങിയ ഒരു പെണ്ണിനെ കുറിച്ച് നിങ്ങൾ എന്തും പറയാമെന്ന ധാരണ നിങ്ങൾക്കുണ്ടോ? അവിടെ റസൂൽ താക്കീത് കൊടുത്തത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു വൻ പാപം ചെയ്ത ഒരു പെണ്ണിനെ പോലും നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൗബ ചെയ്തു എന്നൊരു ഒരൊറ്റ അർത്ഥത്തിൽ ആ പെണ്ണിന് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത സ്ഥാനം ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇസ്ലാമിക ചരിത്രത്തിൽ സ്വഹാബികളുടെ ചരിത്രങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ഓർത്തുകൊണ്ട് കരഞ്ഞവരും വിതുമ്പിയവരുമാണ് സ്വഹാബികളിലെ ഭൂരിപക്ഷം. ചരിത്രങ്ങൾക്ക് ഒരു വാക്ക് പറഞ്ഞതിൻ്റെ പേരിൽ ബിലാലിന്റെ മുഖത്ത് നോക്കി കറുത്തവരുടെ മകനെ എന്ന് വിളിച്ച അബൂദർ റളിയല്ലാഹു അൻഹു ഒരൊറ്റ പ്രയോഗം നടത്തിയതിൻ്റെ പേരിൽ അബൂദർ റളിയല്ലാഹു അൻഹു വിതുമ്പിയത് ചരിത്രത്തിൽ നമുക്ക് കാണാം. അബൂദർ ബിലാലിന്റെ മുഖത്ത് നോക്കിയിട്ട് ദേഷ്യം വന്നപ്പോൾ പറഞ്ഞതാ, കറുത്തോള മോനെ. ഒരൊറ്റ വാക്കാ പ്രയോഗിച്ച്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂദറിനെ വിളിച്ചിട്ട് ചോദിച്ചു, അബൂദറെ എന്താ ഇത്, ബിലാല് പൊരുത്തപ്പെടാതെ അള്ളാഹ് നിനക്ക് ആ പാപം മായ്ച്ചു തരുമോ? റസൂൽ ചോദിക്കുകയാണ്, നിന്റെ ജാഹിലിയത്തിലെ ചത്തി ചീഞ്ഞെന്നറിയ ദുഷിച്ച സംസ്കാരമൊന്നും നിന്റെ അടുത്ത് പോയിട്ടില്ലേ? ബിലാലിന്റെ കയ്യിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ബിലാലിനോട് അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എന്റെ വലത്തെ കവിൾത്തടം ഞാൻ ഈ മണ്ണിൽ വെച്ചു തരാം, ചെരുപ്പ് ധരിക്കാത്ത നിന്റെ കാലുകൊണ്ട് എന്റെ ഇടത്തെ കവിളിലേക്കൊന്ന് ആഞ്ഞു ചവിട്ടു ബിലാലെ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ആ ജാഹിലിയത്തിന്റെ സംസ്കാരം എന്നിൽ നിന്ന് നശിച്ചു പോകട്ടെ എന്ന് അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. ബിലാൽ റളിയല്ലാഹു അൻഹു അബൂദറിനെ അങ്ങോട്ട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, അള്ളാഹ് നിനക്ക് പുറത്തു വരട്ടെ അബൂദറെ, ഞാൻ നിനക്ക് മാപ്പാക്കി തന്നിരിക്കുന്നു അബൂദറെ. ഇസ്ലാമിന്റെ ചരിത്രമാണ്, സ്വഹാബികളുടെ ചരിത്രമാണ്. കൽബ് നിറയെ സഹോദരങ്ങളെ ഇസ്തിഗ്ഫാർ കൊണ്ടും തൗബ കൊണ്ടും കൽബ് നിറയെ നിറച്ചു വെച്ച സ്വഹാബികൾ അവർ തെറ്റുകൾ ചെയ്തപ്പോഴും ആ ചെയ്തു പോയ തെറ്റിനെ കുറിച്ചുള്ള ഖേദവും സങ്കടവും അവർക്കുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ ഒരു ഒരു തിന്മയെ സംബന്ധിച്ച് ഇതരുത് എന്ന് പറഞ്ഞാൽ ആ തിന്മയിലേക്ക് പിന്നെ സ്വഹാബത്ത് പോയിട്ടില്ല. റോട്ടിലൂടെ നടന്നു പോകുന്ന സമയത്ത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു പെണ്ണിനെ നോക്കി, നടന്നു പോകുന്ന ഒരു പെണ്ണിനെ നോക്കി. അലി റളിയല്ലാഹു അൻഹു നോക്കിയപ്പോൾ റസൂൽ കൂടെ ഉണ്ട്. അള്ളാഹുവിന്റെ റസൂൽ മിണ്ടിയില്ല. ആ പെണ്ണിങ്ങനെ നടന്നുപോയി. അലി റളിയല്ലാഹു അൻഹു ആദ്യത്തെ നോട്ടം നോക്കി, റസൂൽ ഒന്നും പറഞ്ഞില്ല. രണ്ടാമത് തിരിഞ്ഞു നോക്കിയപ്പോൾ റസൂൽ തല പിടിച്ചിട്ട് തിരിച്ചു. എന്നിട്ട് പറഞ്ഞു, യാ അലി ലാ തത്ബഇ നഫറത നദറ, തുടരെ നീ നോക്കരുത്, നീ തുടരെ നോക്കിയാൽ നിന്നത് വ്യഭിചാരത്തിലെത്തിക്കും അലി. ഒരൊറ്റ വാക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ കാണാം. പിന്നെ അലി റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു പെണ്ണിന്റെ മുഖത്തേക്ക് ഒരു നോട്ടത്തിനപ്പുറം രണ്ടാമത്തെ ഒരു നോട്ടം നോക്കിയത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല. ഇത് സ്വഹാബികളുടെ പ്രത്യേകത. ഈ സ്വഹാബത്ത് പോയ സ്വർഗ്ഗമാണ് നമ്മളൊക്കെ കുതിക്കണമെങ്കിൽ സഹോദരങ്ങളെ, അള്ളാഹു വൻ പാപങ്ങളുടെ കൂട്ടത്തിൽ പറഞ്ഞ വലിയ പാപങ്ങൾ വരെ ഇന്ന് ജീവിതത്തിൽ പേറുന്ന ആളുകളാണ് ഭൂരിഭാഗവും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്തെല്ലാം വിഷയങ്ങൾ, ഏതെല്ലാം മേഖലകൾ. നിങ്ങൾ നോക്കൂ, 7 വൻപാപങ്ങൾ എന്ന ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. വൻപാപങ്ങൾ അത് 7 എണ്ണമാണ് എന്ന ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളും ഹബീബായി റസൂലുള്ളാഹിന്റെ ഹദീസുകളും വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ, ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന് അൽ കബായിർ എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്.
ആ കിതാബിൽ എണ്ണിയ വൻ പാപങ്ങളുടെ എണ്ണം 76 76 വൻ പാപങ്ങൾ ഇങ്ങനെ വരിക്ക് എണ്ണി പഠിപ്പിക്കുന്നുണ്ട്. ഇസ്ലാമിക കിതാബുകൾ, ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം. എന്നാൽ ഇമാം ഹൈതമി അദ്ദേഹത്തിന്റെ സവാജിർ എന്ന കിതാബിൽ 100-ലധികം വൻപാപങ്ങളെ ഇമാം ഹൈതമി എണ്ണുന്നത് കാണാം. വെറുതെ എണ്ണല്ല, ഏതെങ്കിലും പാപങ്ങൾ എടുത്തിട്ട് ഇതൊക്കെ വൻപാപ എന്ന് പറയില്ല. ആയത്തിന്റെ ഹദീസിന്റെ തെളിവോടെ അത് നിരത്തിയിട്ടാണ് ഇത്തരം സംഭവങ്ങൾ വിശദീകരിക്കുന്നത്. ഇബ്നു അബ്ബാസ്, റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, വൻപാപങ്ങൾ 70 എണ്ണമാണ്, അതിലേറ്റവും അടുത്തതാണ് 7 എണ്ണം. വെറും 7 എണ്ണം മാത്രമല്ല വൻപാപം, വൻപാപങ്ങൾ 70 അതിലേറ്റവും അടുത്ത് നിൽക്കുന്നത് 7 എണ്ണമാണെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുക. അതിൽപ്പെട്ട ഒന്നാമത്തെ തിന്മയാണ് അശ്ശിർക്കു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നത് ഏറ്റവും വലിയ പാപമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അശ്ശിർക്കു ബില്ലാഹ് ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഇഫ്തറാ ഇസ്മൻ അദീമാ. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ യഗ്ഫിറു, അവൻ പൊറുക്കുകയില്ല, അൻ യുശ്റക ബിഹി, അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നതിനെ അല്ലാഹു പൊറുക്കുകയില്ല, വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, വയഗ്ഫിറു, അവൻ പൊറുക്കും, ദൂന ദാലിക ലിമൻ യശാ, ഈ ശിർക്കല്ലാത്ത മറ്റു പാപങ്ങൾ അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. ശിർക്കിനെ അല്ലാഹു പൊറുക്കൂല. ജീവിതകാലത്ത് തൗബ ചെയ്തിട്ടില്ലെങ്കിൽ, ശിർക്കിലായിട്ടാണ് മരിക്കണതെങ്കിൽ ആഖിറത്തിൽ അല്ലാഹു അത് പുറത്തു തരൂല എന്ന് പരിശുദ്ധ ഖുർആൻ 4-ാമത്തെ അധ്യായം 48-ാമത്തെ വചനം, അതേപോലെ തന്നെ 116-ാമത്തെ വചനം, ഇതൊക്കെ ഇങ്ങനെ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. അത് ശിർക്കിന്റെ ഗൗരവം പഠിപ്പിച്ചതാണ്. ഇന്ന് നമ്മളിലെ പല ആളുകൾക്കും ഈ ശിർക്ക് എന്താണ്, തൗഹീദ് എന്താണെന്ന് വേർതിരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയ്ക്ക് ആളുകൾ എത്തിയിട്ടില്ല. ഇവിടെയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റും ഒരു കോംപ്രമൈസും ഇങ്ങനെ ഒപ്പിച്ചു പോവുക. തൗഹീദിന്റെ കാര്യത്തിലൊക്കെ കാലം കുറേയായി ഞാനും മുവഹിദാണെന്നൊക്കെ വർത്താനം പറഞ്ഞ് നടക്കണം. പക്ഷേ നമ്മളെ കുടുംബത്തിൽ ഒരു നേർച്ചച്ചോറ് വിളമ്പിയ നമ്മൾ ചോദിക്കുക, ചോറെന്താ ഇപ്പൊ കാട്ടിയതാ? സംഭവം നീർച്ച തെറ്റാണ്. അങ്ങനെയുള്ള അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അർത്ഥമൊക്കെ തെറ്റാണൊക്കെ സംഭവം ശരിയാണ്. പക്ഷെ ചോറിപ്പം എന്താ ചെയ്ത്, ചോറിന് ഇനിയിപ്പോൾ എന്താ കുഴപ്പമെന്നാ നമ്മൾ ചോദിക്കുക. അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റും ഒരു ഒപ്പിക്കലൊക്കെ ചില ആൾക്കാർക്ക് കാണാം. പറ്റൂല. പരിശുദ്ധ ഖുർആൻ ഹറാമായ ഭക്ഷണത്തെ കുറിച്ച് എണ്ണിയതിൽ ഒന്ന് മൈത്തത, മയ്യത്ത്. നിങ്ങൾ മയ്യത്ത് തിന്നോ? ചത്ത വസ്തുക്കളെ തിന്നുന്നത് ഹറാമാണ്. അതേപോലെ തന്നെ വദ്ദം, രക്തം നിങ്ങൾക്ക് നിഷിദ്ധമാണ്. വലഹ്മൽ ഖിൻസീർ, പന്നിമാംസം നിങ്ങൾക്ക് ഹറാമാണ്. അവിടെ നിർത്തിയില്ല അല്ലാഹു. വമാ ഉഹില്ല ബിഹി ലിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടതും നിങ്ങൾക്ക് നിഷിദ്ധമാണ്. മനസ്സിലായോ? ബദരീങ്ങളെ ആണ്ടിൻ്റെ അന്ന് അറുക്കണ ഭക്ഷണം ഉണ്ടല്ലോ, ആ പോത്ത്, അതിൻ്റെ ഇറച്ചിക്ക് ടേസ്റ്റ് കൂടും. ഇബ്ലീസ് അതിന് ടേസ്റ്റാക്കി നമുക്ക് കാണിച്ചു തരും ചെയ്യും. എന്നിട്ട് നമ്മൾ പോയി ഇരിക്കുക, വയറ് നിറയെ ഭക്ഷിക്കുക. പന്നിമാംസത്തിന്റെ കൂടെ ചേർത്ത് പറഞ്ഞത് അവിടെ, പന്നിമാംസത്തിന്റെ കൂടെ ചേർത്ത് പറഞ്ഞത് അല്ലാഹു. വമാ ഉഹില്ല ബിഹി ലിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടത്. ഒരു കോംപ്രമൈസും ഇല്ല ആദർശത്തിന്റെ കാര്യത്തിൽ, ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല ആദർശത്തിന്റെ കാര്യത്തിൽ. അതിന്റെ പേരിൽ എന്ത് പ്രശ്നങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചാലും സഹോദരങ്ങളെ, ഹറാമായി അല്ലാഹു വിധിച്ചൊരു ഭക്ഷണത്തിനോട് നമ്മുടെ നിലപാട് എന്തായിരിക്കണം? നമ്മുടെ നിലപാട് എന്തായിരിക്കണം? ശിർക്ക് എന്ന മഹാപാതകത്തിൽ നിന്ന്, മഹാ അപകടങ്ങളിൽ നിന്ന് വിട്ടുപോകണം. എന്താ ശിർക്ക്? അല്ലാഹു അല്ലാത്തവരിൽ പങ്കു ചേർക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് ശിർക്ക് എന്ന് പറയാ. തൗഹീദിനെ പണ്ഡിതന്മാർ 3ആയി വേർതിരിച്ചിട്ടുണ്ട്. ഒന്ന് തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ ഉലൂഹിയ്യ, തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. തൗഹീദുർ റുബൂബിയ്യ, റബ്ബ് അല്ലാഹുവാണെന്ന് വിശ്വസിക്കുക. എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്, എല്ലാം സൃഷ്ടിക്കുന്നതും പരിപാലിക്കുന്നതും അല്ലാഹുവാണെന്ന് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിൽ ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദങ്ങൾ അന്ന് മക്ക മുശ്രിക്ക് പോലും പറയാത്ത വാക്കുകളാണ്. മക്ക മുശ്രിക്കിനോട് അല്ലാഹ് ചോദിക്കാൻ പറഞ്ഞു, ആരാണ് ആകാശത്തെ സൃഷ്ടിച്ചത്, ഭൂമിയെ സൃഷ്ടിച്ചത്?
ഇതിനൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ മക്കത്തെ മുശ്രിക്ക് മറുപടി പറഞ്ഞു, അല്ലാഹുവാണെന്ന് മറുപടി പറഞ്ഞു. പക്ഷെ ഇന്ന് ചില ഇബ്ലീസുകൾ പറയുന്നു, എന്താ പറയുന്നത്? കോഴിക്കോട് ജനിച്ചു വളർന്ന അതേ മടവൂരാണ്, CM മടവൂരാണ് ലോകം നിയന്ത്രിക്കുന്നതെന്ന് പച്ചക്ക് സ്റ്റേജ് കെട്ടി പറയുന്ന ശൈത്വാനുകൾ രംഗപ്രവേശനം ചെയ്തു. മക്കാ മുശ്രിക്കിനെക്കാളും കടന്ന വിശ്വാസമായി പോയി. മുശ്രിക്ക് പറഞ്ഞിട്ടില്ല, മക്കത്തെ മുശ്രിക്ക് പറഞ്ഞിട്ടില്ല വാദം, മക്കത്തെ മുശ്രിക്ക് പറഞ്ഞിട്ടില്ല. എന്നിട്ട് ശൈഖ് അവറുകൾ പറഞ്ഞിട്ടുണ്ട്, അന റബ്ബുക്ക്, ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫിറഔനിന്റെ വാദം അത്. ഇസ്ലാമിക ചരിത്രത്തിൽ ഫറോവ വാദിച്ച വാദാണ്. ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല. ഇവരുടെ കൂടെ കോംപ്രമൈസ് പറ്റുന്ന ഏത് അടിസ്ഥാനത്തിലാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക? ഏത് വിശ്വാസമാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന? ഏത് മേഖലയിലാണ് ഈ വിഷയത്തിൽ ഇവരായിട്ട് ഏത് അർത്ഥത്തിലാണ് നമ്മൾ യോജിച്ചു പോകാൻ പറ്റുക? ഒരു നിലക്കും പറ്റൂല, ഒരു നിലക്കും പറ്റൂല. പച്ചയായി അള്ളാഹുവിന്റെ തൗഹീദിനെ അതിന്റെ കടക്ക് കത്തിവെച്ച ലാ ഇലാഹ ഇല്ലല്ലാഹയെ കഷ്ണമാക്കി മുറിച്ചു കളഞ്ഞവർ ഒരു നിലക്കവരുമായിട്ട് യാതൊരു ബന്ധവും നമുക്ക് വെച്ച് പുലർത്താൻ, ആ ദീനി മതപരമായ രൂപത്തിൽ യാതൊരു ബന്ധവും വെച്ച് പുലർത്താൻ സാധ്യമല്ല. ആദർശത്തിൽ അവരുമായി കോംപ്രമൈസ് ഇല്ല, പറ്റൂല. ഇത് ദീനാണ്. സ്വർഗം നരകം തീരുമാനിക്കണ കാര്യ. എന്തെങ്കിലും പെരീത്ത പ്രശ്നമാണെങ്കിൽ സംസാരിക്കായിരുന്നു, പറഞ്ഞ മനസ്സിലാവണ്ടേ? അള്ളാന്റെ ദീനല്ലേ. ദീനുമായി ബന്ധപ്പെട്ട് സഹോദരങ്ങളെ നമ്മൾ ആഴത്തിൽ പഠിക്കേണ്ട വിഷയ. അവിടെ വരെ തൗഹീദ് റുബൂബിയത്തിൽ വരെ പങ്കുചേർത്തു. മക്കത്തെ മുശ്രിക്ക് ചെയ്തിട്ടില്ല പണി. രണ്ടാമത്തത് തൗഹീദുൽ ഉലൂഹിയ്യ, ഇലാഹ് അല്ലാഹുവാണ്. അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇലാഹില്ല ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ എന്ന് വിശ്വസിക്കുന്നിടത്ത് ഇന്ന് അല്ലാഹു അല്ലാത്തവരെ ഇലാഹായി സ്വീകരിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു അല്ലാത്തവരെ ഇലാഹായി സ്വീകരിക്കുന്ന ആളുകളുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ മഅന പണ്ഡിതന്മാർ പറഞ്ഞത് ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, ഇബാദത്തിന് അർഹൻ അല്ലാഹു അല്ലാതെ മറ്റൊരാളുമില്ല എന്ന വിശ്വാസമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത്. അതുകൊണ്ട് ഏതൊക്കെ ഇബാദത്തുകളുണ്ടോ, ഏതൊക്കെ ആരാധനകളുണ്ടോ, ആ ആരാധനകളൊക്കെ റബ്ബിന് മാത്രം അവകാശപ്പെട്ടതാണ്. ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. ഏതൊക്കെയാണോ ഇബാദത്ത്, പ്രാർത്ഥന ഇബാദത്താണ്. അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന ആരാധനയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, ഉദ്ഉനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്തോ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകാം. നോക്കി, നിങ്ങൾ അല്ലാഹു പഠിപ്പിക്കുകയാണ്, നിങ്ങൾ എന്നോട് ദുആ ചെയ്തോ. പക്ഷേ അല്ലാഹു അല്ലാത്തവരിലേക്ക് പ്രാർത്ഥനകളെ തിരിച്ചുവിടുന്ന ആളുകൾ ഇന്ന് ഒരുപാട് നമുക്ക് കാണാൻ പറ്റും. സഹോദരങ്ങളെ, ഇസ്ലാം പഠിപ്പിക്കുന്ന വിശ്വാസവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ മേഖലകളാണ് യഥാർത്ഥത്തിൽ ഈ കാര്യമെന്ന് തിരിച്ചറിയാനുള്ള ഒരു പക്വത നമുക്കുണ്ടാവണം. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയത്തും ഹദീസും പഠിച്ചു മനസ്സിലാക്കിയ മഹാപണ്ഡിതനാണ് ഇസ്ലാമിക ചരിത്രത്തിലെ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി. മുഹീദ്ദീൻ ഷെയ്ഖിനെ നമുക്ക് പരിചയമല്ലേ? ഇസ്ലാമിക ചരിത്രത്തിൽ മുഹീദ്ദീൻ ഷെയ്ഖിനെ പരിചയമുണ്ടോ അല്ലേ എന്ന് ചോദിച്ചാൽ നമ്മൾ കേരളത്തിലുള്ള മുഴുവൻ ആളുകൾക്കും പരിചയമുണ്ട്. 2 കിതാബിൽ നിന്ന്, ഒന്ന് ഖുതുബിയത്തും പിന്നൊന്ന് മുഹീദ്ദീൻമാലയാണ്. ഖുതുബിയത്തിലും മുഹീദ്ദീൻമാലയിലും മുഹീദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അതെ, ഖുതുബിയത്ത് പറഞ്ഞത് മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ പരിചയപ്പെടുത്തുന്ന, ഖുതുബിയത്ത് പരിചയപ്പെടുത്തുന്ന മുഹീദ്ദീൻ ഷെയ്ഖ് ഉണ്ട്. കോഴിക്കോട്ടെ ഖാദി മുഹമ്മദ് രചിച്ചുണ്ടാക്കിയ ആ മുഹീദ്ദീൻമാലയുടെ പരിഭാഷ അത് സമൂഹത്തിലേക്ക് സമ്മാനിച്ചിട്ടുള്ള ആ ഒരു കിതാബിലും മുഹീദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് പരിചയമുണ്ട്. പക്ഷേ നമ്മൾ പഠിച്ചിട്ടുള്ള ഷെയ്ഖിന്റെ കിതാബ് വേറെ, അത് പഠിക്കാത്തതാണെന്ന് സമൂഹത്തിൽ സംഭവിച്ചിട്ടുള്ള വലിയ പ്രശ്നം. മുഹീദ്ദീൻ ഷെയ്ഖിന് ഉന്നതമായ 3 കിതാബുകളുണ്ട്: ഫുതൂഹുൽ ഗൈബ്, ഫത്ഹുർ റബ്ബാനി, ഗുനിയത്തുൽ താലിബീൻ. ഫുതൂഹുൽ ഗൈബ് എന്ന കിതാബും ഫത്ഹുർ റബ്ബാനി എന്ന കിതാബും ഗുനിയ എന്ന കിതാബും, ഇത് 3ഉം ഷെയ്ഖ് അവറുകൾ ഈ ഭൂമിയിലേക്ക് സമ്മാനിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്. അതിൽ ഫത്ഹുർ റബ്ബാനി എന്ന കിതാബ് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ ക്രോഡീകരിച്ചിട്ടുള്ള കിതാബാണ് ഫത്ഹുർ റബ്ബാനി എന്നുള്ള കിതാബ്. ഫത്ഹുർ റബ്ബാനി എന്ന കിതാബിലെ
104-ാമത്തെ പേജ് മുതൽ നമ്മൾ ഇങ്ങനെ പരിശോധിച്ചു പോന്നാൽ അവിടെ അദ്ദേഹം വിശദീകരിക്കുന്ന ചില വാക്കുകളും ചില പ്രയോഗങ്ങളും ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫതഹുർ റബ്ബാനി എന്ന കിതാബ് 68 പ്രഭാഷണങ്ങളുടെ ക്രോഡീകരണമാണ്. 68 മുഹദ്ദിസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ 68 പ്രഭാഷണങ്ങളുടെ ക്രോഡീകരണമാണ് ഫതഹുർ റബ്ബാനി എന്ന കിതാബ്. ഹിജ്റ 545 ഷെയ്ഖ് ജീലാനി നടത്തിയ പ്രഭാഷണങ്ങളാണ്. ഹിജ്റ 545 കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയ വ്യക്തമായ വിഷയങ്ങൾ, അതിൽ തൗഹീദും റിസാലത്തും ആഖിറത്തും ഉൾക്കൊള്ളുന്ന പ്രഭാഷണങ്ങൾ ഇങ്ങനെ ക്രോഡീകരിച്ചിട്ട് ഉണ്ടാക്കിയ ഒരു ഗ്രന്ഥമാണ് ഫതഹുർ റബ്ബാനി. ഫതഹുർ റബ്ബാനി ഇങ്ങനെ വിശദീകരിച്ചു പോരുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിൽ പിഴവ് സംഭവിച്ച അദ്ദേഹത്തിന്റെ നാട്ടുകാർക്ക് അദ്ദേഹം കൊടുത്ത മറുപടികൾ നമുക്ക് കാണാം. അദ്ദേഹം വിശദീകരിക്കാണ്, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ സാധിക്കുക? വഫീ ഖൽബിക കം ഇലാഹ്, നിങ്ങളുടെ ഹൃദയത്തിൽ എത്ര ഇലാഹുകളെയാണ് നിങ്ങൾ വെച്ച് നടക്കുന്നത്? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കുല്ലു ശൈഇൻ തഅതമിദു അലൈഹി വതസിക്കു ബിഹി ദൂനല്ലാഹ് വഹുവ സലമുക. ഇത് മുഹദ്ദിസ് ഷെയ്ഖിന്റെ വാക്കാട്ടോ. ഇത് നമ്മളെ ഏതെങ്കിലും കിതാബെന്ന് ഇങ്ങനെ മുറിച്ചുണ്ടാക്കി ഒപ്പിച്ചുണ്ടാക്കിയ വരികളൊന്നുമല്ല. പച്ചയായി മുഹദ്ദിസ് ഷെയ്ഖ് സമൂഹത്തിന്റെ മുന്നിൽ പ്രഖ്യാപിച്ച വാക്കുകളാണ്. കുല്ലു ശൈഇൻ തഅതമിദു അലൈഹി വതസിക്കു ബിഹി ദൂനല്ലാഹ് വഹുവ സലമുക. നിന്റെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അല്ലാഹു അല്ലാത്തവരെ നീ അവലംബമായി സ്വീകരിച്ചാൽ, കെട്ടി ഉയർത്തിയ ജാറത്തിന്റെ മുന്നിൽ ചെന്ന് അല്ലെങ്കിൽ റബ്ബല്ലാത്ത ഏതെങ്കിലും ഒരു വസ്തുവിനെ, ഏതെങ്കിലും ഒരു വ്യക്തിയെ, ഏതെങ്കിലും ഒരു വസ്തുവിനെ, ശക്തിയെ നീ അവലംബമായി സ്വീകരിച്ചാൽ വഹുവ സനമുക, അത് നിന്റെ വിഗ്രഹമാണ്. അത് നിന്റെ വിഗ്രഹമാണ്. ഖബർ വിഗ്രഹമാകും. എങ്ങനെ വന്നാൽ ഖബർ, കെട്ടി ഉയർത്തിയ ഖബർ എനിക്ക് ആശ്രയത്തിന്റെ കേന്ദ്രമാണെന്ന് വിശ്വസിച്ചാൽ, അവിടെ എനിക്ക് എന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ ഖബറിൽ കിടക്കുന്ന ഷെയ്ഖിന് കഴിയുമെന്ന് വിശ്വസിച്ചാൽ ആ ഖബർ അവന്റെ വിഗ്രഹമായി എന്ന് മുഹദ്ദിസ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി വ്യക്തമായി പഠിക്കേണ്ട വിഷയ. എന്നിട്ട് അദ്ദേഹം നിർത്തിയില്ല. അദ്ദേഹം പറഞ്ഞു, ലാ യൻഫഉക, അതുകൊണ്ട് ലാ യൻഫഉക തൗഹീദുൽ ലിസാൻ മഅ ശിർക്കിൽ ഖൽബ്, നിന്റെ കൽബ് നിറയെ നീ ശിർക്ക് വെച്ചിട്ട് നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചിട്ട് എന്ത് കാര്യമുള്ളത്? ഇത് മുശ്രിക്കിനോട് പറഞ്ഞതല്ല, നാട്ടിലെ കാഫിരിങ്ങളോട് പറഞ്ഞതല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച് നടക്കുന്നവനോട് മുഹദ്ദിസ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വാക്കാണ്. കൽബ് നിറയെ നീ മറ്റു ഇലാഹുകളെ വെക്ക, കൽബ് നിറയെ മറ്റുള്ളവരെ നീ വിളിച്ച് പ്രാർത്ഥിക്ക, എന്നിട്ട് നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നാവ് കൊണ്ട് പറഞ്ഞിട്ട് എന്ത് കാര്യമാണുള്ളത് എന്ന് ശൈഖ് അവറുകൾ ചോദിക്കുന്നത് ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ, കിതാബുകൾ വായിക്കുന്നിടത്ത് നമുക്ക് കാണാൻ പറ്റും. സഹോദരങ്ങളെ, ഇങ്ങനെ വിശദീകരിച്ചു പോരുന്നുണ്ട്. ഒരുപാട് വിവരിക്കാനുള്ള ഒരു മേഖലയാണ് ഇത്. മനസ്സിലാക്കാൻ നമ്മളൊന്ന് തൗഹീദ് എന്താണെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹം പഠിപ്പിച്ച ചില ലഫ്ളുകൾ മാത്രം ഞാൻ എടുത്തു പറഞ്ഞത്. ഇതാണ് യഥാർത്ഥത്തിൽ മുഹദ്ദിസ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള ആളുകൾ സമൂഹത്തിലേക്ക് പ്രചരിപ്പിച്ചിട്ടുള്ള യഥാർത്ഥ ദീന്. ഈ ദീന് സ്വീകരിക്കുന്ന, യഥാർത്ഥ രൂപത്തിൽ ഉൾക്കൊള്ളുന്ന, ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ സ്വീകരിക്കുന്ന എത്ര ആളുകളുണ്ട്? അതുകൊണ്ട് വൻ പാപങ്ങളിലെ ഒന്നാമത്തെ പാപം അശ്ശിർക്കു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നു. ആ പങ്കു ചേർക്കുന്നതിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കണം. ഷിർക്കിന്റെ വ്യത്യസ്ത തലങ്ങളെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. തൗഹീദുൽ റുബൂബിയ്യ പറഞ്ഞു, ഉലൂഹിയ്യ പറഞ്ഞു, അതേപോലെ തന്നെ അസ്മാഇ വസിഫാത്ത്, അല്ലാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളിൽ പങ്കു ചേർക്കുക. അല്ല കാണും പോലെ കാണുമെന്ന് വിശ്വസിക്കുക. അല്ല കേൾക്കും പോലെ ഏതെങ്കിലും മറ്റു വ്യക്തികളും ശക്തികളും വസ്തുക്കളും കേൾക്കുമെന്ന് വിശ്വസിക്കുക. അത് അള്ളാന്റെ സിഫത്തിലുള്ള പങ്കു ചേർക്കലാണ്. മനസ്സിലായോ? അള്ളാന്റെ സിഫത്തിലുള്ള പങ്കു ചേർക്കലാണ്. ആ പങ്കു ചേർത്താലും ഷിർക്കായി മാറി ആ ഷിർക്ക് ചെയ്തവന്റെ സ്ഥാനം നരകമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യുന്ന സമ്പ്രദായം, എന്തൊരു പ്രശ്നം വരുമ്പോഴേക്ക് അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല മൻ ഹലഫ ബിഗൈരില്ലാഹ് ഫഖദ് കഫറ ഔ അശ്റക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖലഫ ബിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവരുടെ മേൽ നിങ്ങൾ സത്യം ചെയ്യരുത്. അങ്ങനെ നിങ്ങൾ സത്യം ചെയ്താൽ, നിങ്ങൾ ശപഥം ചെയ്താൽ ഫഖദ് കഫറ, അവൻ കാഫിറാവും, ഔ അശ്റക
അല്ലെങ്കിൽ അവൻ ഷിർക്ക് ചെയ്തവനാകും. മനസ്സിലായോ? ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യുന്നത്, അതേപോലെ തന്നെ എന്തെങ്കിലും രോഗം വരുമ്പോഴേക്ക് ശരീരത്തിൽ നൂല് ബന്ധിക്കുക, ഐക്കല്ല് ബന്ധിക്കുക, തകിട് കെട്ട, ഏലസ് ശരീരത്തിൽ ബന്ധിക്കുക, ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ചെറിയ ശിർക്കിനെയും വലിയ ശിർക്കും റസൂലുള്ളാഹി എണ്ണി പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഈ ചെറിയ ശിർക്കിനെ ഇങ്ങനെ വിവരിച്ചു പോകുന്ന കൂട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പഠിപ്പിച്ച കാര്യങ്ങളും വലിയ ശിർക്കിനെ വിവരിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. റസൂലുള്ളാഹി പറഞ്ഞൊരു ഹദീസ് നോക്കൂ നിങ്ങൾ, ലാ തഖൂലു മാഷാ അല്ലാഹ് വശാ ഫുലാനുൻ. നിങ്ങൾ മാഷാ അല്ലാഹ്, അള്ളാഹ് ഉദ്ദേശിച്ചാൽ, വശാ ഫുലാനുൻ, ഇന്നൊരാൾ ഉദ്ദേശിച്ചാൽ. ചില ആൾക്കാരുണ്ടല്ലോ അള്ളാഹ് റസൂൽ ഉദ്ദേശിച്ചാൽ എന്നൊക്കെ പറയുന്ന ഒരു ശൈലി, അത് ശിർക്കാണ്. ഒരു കാര്യത്തിൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്ന് പറയേണ്ടിടത്ത് അള്ളാഹു അല്ലാത്ത മറ്റൊരു വ്യക്തിയെ നിങ്ങൾ ചേർത്ത് വിളിക്കരുത്, ചേർത്ത് പറയരുത് എന്നാണ്. വലാകിൻ ഖൂലൂ മാ ശാഅ ഫുലാൻ. നിങ്ങൾ പറയുകയാണെങ്കിൽ ഒരു വ്യക്തി ഉദ്ദേശിച്ചാൽ എന്ന് പറയുന്ന ഭൗതികമായ വല്ല കാര്യം ഉണ്ടെങ്കിൽ അയാളെ ഉദ്ദേശിച്ച് പറയാം. നീ ഉദ്ദേശിച്ചാൽ ഇപ്പോൾ പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. നേരെ മറിച്ച് അള്ളാഹ് ഉദ്ദേശിക്കുന്നത് പോലെ ഭൂമിയിൽ മറ്റൊരു വ്യക്തി ഉദ്ദേശിക്കുമെന്ന് പറയാൻ പാടില്ല എന്ന് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ഹദീസുകൾ വിവരിച്ചുകൊണ്ട് നമുക്ക് വിശദീകരിച്ചു തരുന്നത് കാണാം. അതേപോലെ തന്നെ കർമ്മതലങ്ങളിൽ ഐക്കല്ല് കെട്ടുന്നത്, മൻ അല്ലഖ തമീമത്തൻ ഫഖദ് അശ്റക. തമീമത്ത്, ഐക്കല്ല് കെട്ടുക, ഏലസ് കെട്ടുക, തകിട് കെട്ടുക, മന്ത്രിച്ചൂതിയ നൂല് കെട്ടുക, ഇതൊക്കെ ഷിർക്കാണ്. അത്തരം ഷിർക്ക് ചെയ്തവന്റെ സ്ഥാനം നരകമാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിപ്പഠിപ്പിച്ചു, അത്തീറത്തു ശിർക്കുൻ, തീറത്ത് ഷിർക്കാണ്. ശകുനം നോക്കുന്നത് ഷിർക്കാണ്, ശകുനം നോക്കുന്നത് ഷിർക്കാണ്. ഹദീസിൽ 3 തവണ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിച്ചു. അതുകൊണ്ട് നിന്റെ ജീവിതത്തെ നീ റബ്ബിലേക്ക് ബരമേൽപ്പിക്കണമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് കാണാം. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള, റസൂല് നിങ്ങളിലേക്ക് കടന്നു വരുമെന്ന് പേടിച്ചിട്ടുള്ള ചെറിയ ഷിർക്കിനെ വിശദീകരിച്ചപ്പോൾ റസൂലുള്ള പഠിപ്പിച്ച ഒരു ഷിർക്കാണ് റിയാ. അതും ഷിർക്കാണ്. റിയാ ഖാല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും അശ്ശിർക്കുൽ അസ്ഗർ. നിങ്ങളിലേക്ക് ചെറിയ ഷിർക്ക് കടന്നു വരുന്നതിന് ഞാൻ പേടിക്കുന്നുണ്ട് എന്നാണ് റസൂലുള്ള പറഞ്ഞു. ആ ഷിർക്ക് എന്താ? വമാ ഉശ്രിക്കുൽ അസ്ഗറു യാ റസൂലല്ലാഹ്. സ്വഹാബത്ത് ചോദിച്ചു, എന്താണ് റസൂലേ ഈ ഷിർക്കുൽ അസ്ഗർ, ചെറിയ ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല അർറിയാ, ലോകമാന്യത, ആൾക്കാർ കാണാൻ വേണ്ടി ചെയ്യുക. അത് ഷിർക്കിന്റെ കൂട്ടത്തിലാണ് റസൂലുള്ള എണ്ണിയത്. ഏത്? പൈസ കൊടുക്കുമ്പോൾ, ദാനം ചെയ്യുമ്പോൾ ഞാനൊരു ധർമ്മിഷ്ഠനാണെന്ന് മറ്റൊരാൾ കാണട്ടെ എന്ന് പറഞ്ഞാൽ അത് ചെറിയ ഷിർക്കാണ്. ഇസ്ലാമൊന്നും തെറിച്ചു പോകണില്ല, പക്ഷെ അവൻ്റെ അമലെന്തല്ല, സ്വീകരിക്കപ്പെടില്ല. ആഖിറത്തിലെത്തുമ്പോൾ അവൻ്റെ അമല് സ്വീകാര്യമല്ല. കാരണം അവൻ്റെ നിയ്യത്ത് എന്തായിരുന്നു? ആൾക്കാർ കാണട്ടെ. ആൾക്കാർ കണ്ടു. നിസ്കരിക്കാൻ വേണ്ടി, സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി തക്ബീർ കെട്ടിയപ്പോൾ പള്ളിയിൽ ഇരിക്കണോ കാണട്ടെ എന്ന് കരുതിയിട്ട് നെഞ്ചത്ത് കെട്ടിയതൊക്കെ ഒന്ന് ഉഷാറാക്കി, ആ കെട്ടലൊക്കെ ഒന്ന് നന്നാക്കി, ഈ നിസ്കാരത്തിലൊരു ഭക്തി കൊണ്ട് കൂട്ടി. എൻ്റെ നിസ്കാരം ഞാൻ അടച്ചൊരു ഭക്തിയുള്ള ആളാണെന്നുള്ളത് തൊട്ടടുത്ത് നിൽക്കണവൻ അറിഞ്ഞോട്ടെ എന്നുള്ള നിലക്കാണ് നിയ്യത്തെങ്കിൽ അവൻ്റെ നിസ്കാരം ബാത്തിലാണ്. അങ്ങനെയുള്ള ഇബാദത്തോണ്ട് എന്താ കാര്യം? അപ്പൊ ഇബാദത്ത് ചെയ്യുമ്പോൾ ഇബാദത്ത് എന്താവണം? ഇഖ്ലാസോട് കൂടിയുള്ള ഇബാദത്താവണം. ഇഖ്ലാസോട് കൂടിയുള്ള ഇബാദത്ത് ചെയ്ത് സ്വർഗം നേടുന്നവരുടെ കൂട്ടത്തിലാവാൻ സഹോദരങ്ങളെ നമ്മൾ പരിശ്രമിക്കുക എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും വലിയ പാപങ്ങളിൽ നിന്ന് ജീവിതത്തെ മുഴുവനും വിട്ടു നിൽക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വൻ പാപങ്ങളുടെ ഹദീസുകൾ വിശാലമായി എണ്ണിയിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് വ്യഭിചാരം. വൻ പാപമാണ്. വ്യഭിചാരത്തിൻ്റെ കണക്ക് നിങ്ങൾക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഹദീസിൽ കാണാം. അൽ ഐനാനി സിനാഹുമാ അൻ-നദർ, കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ഹറാമ് കാണലാണ്. അൽ ഉദ്നാനി സിനാഹുമാ അൽ-ഇസ്തിമാ, കാതുകൊണ്ടുള്ള വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ഹറാമ് കേൾക്കലാണ്. നാവ് കൊണ്ടുള്ള വ്യഭിചാരം എന്ന് പറഞ്ഞാൽ അൽ കലാം, ഹറാമ് സംസാരിക്കലാണ്. കൈ കൊണ്ടുള്ള വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ബതുഷ്, പിടിക്കലാണ്, തൊടലാണ്. അതെ, കാലുകൊണ്ടുള്ള വ്യഭിചാരം എന്ന് പറഞ്ഞാൽ അതിലേക്ക് നടന്നു നീങ്ങലാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
അവൻ്റെ ഗുഹ്യസ്ഥാനം അതിനെ സത്യപ്പെടുത്തുകയും അസത്യപ്പെടുത്തുകയും ചെയ്യും എന്നാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള വ്യഭിചാരങ്ങളിലേക്കൊന്നും നമ്മൾ പോകരുത്. ഫലാ തഖറബുസ്സിന ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല. ഫലാ തഖറബുസ്സിന, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുത്തു പോകരുത്. വ്യഭിചാരത്തിലേക്ക് അടുത്തു പോകരുത് പറഞ്ഞാൽ വ്യഭിചരിക്കണോന്റെ അടുത്തു കൂടി പോകരുത് എന്നല്ല, മനസ്സിലായോ? വ്യഭിചരിക്കണോന്റെ അടുത്തു കൂടി പോകരുത് എന്നല്ല പദം കൊണ്ടല്ല ഉദ്ദേശിച്ചത്. വ്യഭിചാരത്തിലേക്ക് നിങ്ങളുടെ മനസ്സ് മന്ത്രിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനൊക്കെ വിട്ടു നിൽക്കണം. ഹറാമ് കാണലാവാം, ഹറാമ് കേൾക്കലാവാം, ഹറാമ് സംസാരിക്കലാവാം, അള്ളാഹു വിലക്കിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ. നമ്മുടെ നാട്ടിൽ ഇന്ന് മഹറമാരാന്ന് എന്നും തിരിയാത്ത മനുഷ്യന്മാരുണ്ട്. 5 വക്ത് പള്ളിയിലൊക്കെ ഒന്ന് നിസ്കരിക്കേണ്ടത് ദീനൊക്കെ കുറേ കേട്ടും ഒക്കെ ശീലിച്ചിട്ടുള്ള ആളുകളാണ്. ജ്യേഷ്ഠൻ്റെ ഭാര്യനെ ബൈക്കുമ്പോൾ വെച്ചിട്ട് അനിയൻ കൊണ്ടുപോകണാണ്. അനിയൻ്റെ ഭാര്യനെ ജ്യേഷ്ഠൻ ബൈക്കുമ്പോൾ വെച്ച് കൊണ്ടുപോകണാണ്. ചോദിച്ചാൽ പറയാ എൻ്റെ അനിയൻ്റെ ഭാര്യയല്ലേ, എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയല്ലേ, എന്താ ഇപ്പം തകരാറ്? മഹറമല്ല, അന്യ സ്ത്രീയാ. പറ്റുമോ? ഒറ്റക്കിരിക്കാൻ പറ്റുമോ? മൂന്നാമനായി ഇബ്ലീസ് വരുമെന്ന് റസൂലുള്ള പറഞ്ഞ ഹദീസ് അവിടെ ബാധക. മനസ്സിലായോ? തൊട്ടുരുമിയിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുമോ? മഹറമാണോ? ദൂരയാത്രക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ? പാടില്ല. അവിടെയൊക്കെ നിയമങ്ങളും വിധികളുമുണ്ട്. ആ വിധികളൊക്കെ മറികടന്ന് നമ്മളെ സ്വന്തം ഇഷ്ടത്തിന് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ കടന്നു വരുമ്പോൾ വ്യഭിചാരത്തിന് സാധ്യതയുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യഭിചാരത്തിൻ്റെ കണക്കായി രേഖപ്പെടുത്തപ്പെടും ആ തിന്മ. ഇതൊക്കെ പഠിക്കണം, നമ്മൾ ജീവിതത്തിൽ ഇതൊക്കെ പഠിക്കണം. നമ്മുടെ നാട്ടിൽ കുറേ ആൾക്കാരുണ്ട് ഇതിങ്ങനെ ഒരു തെറ്റ് ചെയ്ത് ജ്യേഷ്ഠൻ അനിയൻ്റെ ഭാര്യനെ ഒന്ന് ഉപദേശിച്ച് അല്ലെങ്കിൽ ഒന്ന് അങ്ങോട്ട് നിന്നോ എന്ന് പറഞ്ഞാൽ നിന്നിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ജ്യേഷ്ഠനോ അനിയനോ ഒന്ന് അടുത്തേക്ക് നിന്നിട്ടില്ലെങ്കിൽ ചില ഉമ്മാരൊക്കെ ചോദിക്കണ ചോദ്യം, ഓനിപ്പം എന്താ എന്നെ മൂക്കിൽ വലിച്ചേറ്റോ? ദീനനുസരിച്ചൊരു പെണ്ണ് അടുത്ത് നിന്നിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഓൻ്റെ കൂടെ പോകാൻ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ, മൂപ്പരിപ്പം ഞാൻ പോകില്ലാന്നൊരു പെണ്ണ് പറഞ്ഞാൽ നമ്മളെ കൂട്ടത്തിലുള്ള കാരണവന്മാർ പറയാണ്, ഇത് ഓണ്ടപ്പാണ് പോയി വിചാരിച്ചിട്ട് ഇപ്പം എന്താ പറ്റുക? അള്ളാന്റെ റസൂൽ പറഞ്ഞാണ് അവിടെ പറ്റുന്നത്. ആ പറ്റൽ അവിടെ പറ്റിക്കഴിഞ്ഞാൽ അപകടമാണ്. അതുകൊണ്ട് പോണ്ടെന്ന് പറഞ്ഞാൽ അള്ള വിധിച്ചിട്ടുണ്ടെങ്കിൽ പോണ്ട. അതന്നെയാണ് ഹുക്കുമ്. ആ വിധി പാലിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുക എന്നുള്ളതാണ്. ആരൊക്കെയാണ് മഹറം, ആരല്ല നമ്മുടെ മഹറം, ഇത് പഠിക്കണം, ഇത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഒരു അന്യ സ്ത്രീയെ നിങ്ങൾ തൊടുന്നതിനേക്കാൾ നിങ്ങൾക്ക് നല്ലത് നിങ്ങളുടെ മൂർധാവിൽ ഒരു മൂർച്ചയുള്ള ആണി വെച്ച് അടിച്ചിറക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്. തലൻ്റെ മേലൊരു ആണി ഇങ്ങനെ മൂർധാവിൽ വെച്ചിട്ട് അടിച്ചിറക്കലാണ് നിങ്ങൾക്ക് അന്യ സ്ത്രീയെ നിങ്ങൾ മനഃപൂർവ്വം തൊടുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഉത്തമം. അത്ര ഗൗരവമുള്ള വിഷയമാണ്. അതിനെയാണ് നമ്മളിങ്ങനെ സിമ്പിളാക്കിയിട്ട് നമ്മുടെ നാട്ടിലൊരു വിഷയം വലിയൊരു പ്രശ്നമൊന്നുമില്ലാത്തൊരു സംഭവമാക്കി മാറ്റിയത് അല്ലേ? കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടി അവിടെയുള്ള ക്യാമ്പസിൽ പഠിക്കുന്ന ചെറുക്കന്മാർക്ക് ചെക്കന് കൈ കൊടുക്കുക, മുസാഫത്ത് ചെയ്യുക, കൈ കൊടുത്തു വിചാരിച്ചിട്ട് ഇപ്പം എന്താ കുഴപ്പം? ഇന്നത്തെ ചെക്കന്മാരല്ലേ, ഇന്നത്തെ ആളുകളിൽ ആരുമായിട്ടൊക്കെയാണ് സംസാരിക്കേണ്ടത്? ആരുമായിട്ട്? ഈ അടുത്ത് ഒരു പെണ്ണ് കാണാൻ വേണ്ടി ഒരു വീട്ടിൽ പോയി. നമ്മളൊരു സുഹൃത്തിൻ്റെ മോൻക്ക് ഇവൻ പെണ്ണാണെങ്കിൽ ഇരിക്കുക, എല്ലാവരും ഇരിക്കുകയാണ്. പെണ്ണ് വരുന്നതൊരു വീഡിയോ കോളായിട്ട്, വീഡിയോ കോളും ചെയ്തിട്ട് ഇങ്ങനെ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വീഡിയോ കോളൊക്കെ ഒന്ന് ഓഫാക്കിയിട്ട് ഒരാവശ്യത്തിന് വന്നതല്ലേ, സംസാരിക്കാമല്ലോ. അപ്പോൾ പറഞ്ഞു എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളെ കാണിച്ചു കൊടുക്കാനാണ് ഈ വീഡിയോ കോൾ ചെയ്തത്. അപ്പോൾ ആരാണ് ചോദിച്ചപ്പോൾ പെണ്ണിൻ്റെ ഉമ്മ പറയാണ് അത് ഓളെ ബോയ് ഫ്രണ്ടാണെന്ന്. മനസ്സിലായി? ഇന്നത്തെ ആൾക്കാരെ പോക്കാത്. ഇതിനെന്താ നമ്മൾ പറയാ? ഉമ്മ പറയണത് കുഴപ്പമില്ല, അത് ഓളെ ബോയ് ഫ്രണ്ടാണ്. നല്ല കോലുണ്ടാവും, വിവാഹം കഴിച്ച് കുടുംബജീവിതത്തിലേക്കാണ് കയറിയ. പെണ്ണ് കാണലുമില്ല, പിന്നെ അവിടെ ചടങ്ങില്ല, ഇരിക്കണിടന്ന് എണീറ്റ് പോവുക. പെണ്ണിൻ്റെ വാപ്പാനോട് പറഞ്ഞു കൊടുത്തു, ഈ കോലത്തിലാണെങ്കിൽ നിങ്ങളെ കുട്ടികളെ കാര്യം പ്രയാസമാണ്, ദീനനുസരിച്ച് വളർത്താൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ വളർത്തിക്കോളി, അപകടത്തിക്കാണ് പോകണം. സൂചന കൊടുക്കല്ല, നമുക്ക് വേറെ രക്ഷയൊന്നുമില്ല. അവിടെ ഇനി വയലു പറയാനൊന്നും നേരല്ല. അവിടെ നിന്ന് പോന്നു. ആലോചിച്ച് നോക്കി നിങ്ങൾ, ഒരു പ്രശ്നമല്ല നമ്മുടെ സമൂഹത്തിൽ, ഒരു പ്രശ്നമല്ല. ഇത്തരം വിഷയങ്ങളൊന്നും യാതൊരു പ്രയാസമില്ലാതെ അങ്ങനെ പാറി പറന്ന് നടക്കുക, അങ്ങനല്ലേ? എല്ലാ അർത്ഥത്തിലും നമ്മളാണ് ഫ്രീ ആക്കി വിട്ടിരിക്കുകയാണ്. എല്ലാ ഹറാമിലും എല്ലാ തോന്നിവാസങ്ങളിലും പോവുക. അവിടെ വ്യഭിചാരമുണ്ടോ, വൻ പാപാണോ, ഒന്നും നമ്മൾ നോക്കണില്ല. എന്നിട്ട് അപകടത്തിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ പിന്നെ കാണാൻ നിറന്തലി കയ്യച്ചിട്ട് ഇങ്ങനെ വരുന്നേ. എന്താ കാര്യം?
അപ്പോൾ അള്ളാഹു ഒരു വിഷയം ഹറാമാണെന്ന് വിധിച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിനോട് നമ്മൾ വെക്കേണ്ട ഒരു നിലപാടുണ്ട്. ആ നിലപാടിൽ നമ്മൾ നിൽക്കണം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എണ്ണിയ വൻപാപമാണ് സിഹർ. സിഹർ ഫലിക്കുമെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. എന്നാൽ അത് ചെയ്യുന്നത് വലിയ പാപമാണ്, കുറ്റമാണ്. സിഹർ ചെയ്യുന്നത് പാപമാണ്. സിഹർ ചെയ്യുന്ന വ്യക്തിയെ നിങ്ങൾ വിശ്വസിക്കരുത്. അവൻ പറയുന്ന വാക്ക് നിങ്ങൾ ഉൾക്കൊള്ളരുത്. സാഹിറന്മാരുടെ വർത്തമാനം നിങ്ങൾ കേൾക്കരുത് ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. എന്നാ സിഹർ ഫലിക്കൂലേ? അത് ഫലിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, നോക്കൂ നിങ്ങൾ, ഇങ്ങനെ എല്ലാ വിഷയങ്ങളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദ്യം, നിസ്കാരം ഉപേക്ഷിക്കൽ, ഇതൊക്കെ വൻ പാപത്തിൽ എണ്ണിയതാണ്. ഇമാം സഹബി അൽ കബായിർ എന്ന് പറയുന്ന കിതാബിലെ അദ്ദേഹത്തിന്റെ 10ാമത്തെ ബാബ് തർക്കുസ് സ്വലാഹ്, നിസ്കാരം ഒഴിവാക്കുന്നത് വൻ പാപത്തിൽപ്പെട്ടതാണ്. ആ ബാബ് ഇങ്ങനെ എണ്ണിപ്പോരുന്ന കൂട്ടത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്, നിസ്കാരം സമയം തെറ്റിച്ച് നിസ്കരിക്കുന്നത് സ്വാഹിബുൽ കബീറിന്റെ ലക്ഷണമാണെന്നാണ്. വെറുതെ അങ്ങാടിയിൽ ഇരുന്നിട്ട് ജമാഅത്തിനൊന്നും പോകാതെ തൊള്ളിയും വിട്ട് അങ്ങാടി കുത്തിറന്നിട്ട് നിസ്കാരത്തിന്റെ സമയമായിട്ടും ഒരു പ്രശ്നമില്ല, അങ്ങാടിയിൽ നിന്ന് വർത്താനം പറഞ്ഞ് കഴിഞ്ഞിട്ട് അസറിന്റെ നേരത്ത് വന്നിട്ട് ലോഹുസ്കരിക്കുക. അസറിന്റെ നേരത്താണ് ഓടി വന്നിട്ട് ചാടിക്കൊടന്ന് ലോഹുസ്കരിക്കുന്ന ആളുകൾ സ്വാഹിബുൽ കബീർ ആണെന്നാ, വലിയ പാപം ചെയ്ത ആളാണ്, അതുകൊണ്ട് നിസ്കാരം സ്വീകരിക്കൂല. മനസ്സിലായോ? നിസ്കാരം സമയം തെറ്റണമെങ്കിൽ എനിക്ക് കൃത്യമായ ഉദറുണ്ടാവണം, കൃത്യമായ കാരണം ഉണ്ടാവണം. ഉദറുകൾ, കാരണങ്ങളില്ലാതെ വെറുതെ സമയം തെറ്റിച്ച് നിസ്കരിക്കാൻ അനുവാദമല്ല. പള്ളിക്കെത്തണം, ജമാഅത്തിനെത്തണം. നമ്മൾ റമദാനൊക്കെ കഴിഞ്ഞാലും ഈ കാര്യത്തിലൊക്കെ നമുക്കൊരു ശ്രദ്ധയും ഒരു സൂക്ഷ്മതയൊക്കെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. ഇങ്ങനെ വിശദീകരിക്കാൻ ഒരുപാട് വലിയ പാപങ്ങൾ റസൂലുള്ളാഹി ഇങ്ങനെ എണ്ണി പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും വേണം നമ്മൾ എന്ത് ചെയ്യാൻ, കൈകാര്യം ചെയ്യാൻ. കാരണം നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്. നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്. നമുക്ക് സ്വർഗം കിട്ടണം എന്നുണ്ട്. പക്ഷെ സ്വർഗത്തിലേക്ക് അല്ല പോകാൻ പറഞ്ഞ മാർഗം സ്വീകരിക്കുന്നിടത്ത് നമ്മൾ ഇല്ല, അവിടെ നമ്മളില്ല. പണ്ട് പൊണ്ണത്തടിയനായ ഒരു മനുഷ്യൻ തടി കുറയാൻ വേണ്ടി ഡോക്ടറെ അടുത്ത് പോയൊരു കഥ കേട്ടില്ലെങ്കിൽ അതേമാതിരി നമ്മളെ കഥ. ഡോക്ടറെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഡോക്ടറെ എൻ്റെ തടി ഒന്ന് കുറയാൻ എന്തെങ്കിലും ഒരു മാർഗം. ഡോക്ടർ പറഞ്ഞു, എന്തൊക്കെ കഴിക്കാറുള്ളത്, കഴിക്കണ ലിസ്റ്റൊക്കെ ഉണ്ട് ചോദിച്ചപ്പോൾ ഡോക്ടർ അതിലൊരു വെട്ടിച്ചുരുക്കലൊക്കെ നടത്തിയിട്ട് പറഞ്ഞു, രാവിലെ 2-3 ചപ്പാത്തി തിന്നാൽ മതി, ഉച്ചക്ക് ഒരു കോപ്പ കഞ്ഞി കുടിച്ചാൽ മതി, രാത്രി എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിച്ചാൽ മതി കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ ചോദിച്ചത് ഭക്ഷണത്തിന് മുമ്പാണോ ഭക്ഷണത്തിന് ശേഷമാണോ എന്ന മാതിരി നമ്മളെ കഥ. സ്വർഗം ഇയാൾക്ക് തടി കുറയണമെന്നുണ്ട്, കുറയാൻ ഡോക്ടർ പറഞ്ഞു കൊടുത്ത മാർഗം സ്വീകരിക്കാൻ ഇയാൾക്ക് ഒരുക്കല്ല. പക്ഷേ ഇതേമാതിരിയാ, സ്വർഗം കിട്ടണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ സ്വർഗം കിട്ടാൻ പടച്ചോൻ പറഞ്ഞ മാർഗം ഉണ്ടല്ലോ, അത് സ്വീകരിക്കാൻ ഞങ്ങൾ ഒരുക്കല്ല എന്ന് പറയുന്ന അവസ്ഥയിലാണ് നമ്മളുള്ളത്. സഹോദരങ്ങളെ, ഒരൊറ്റ ഉപമയിലൂടെ ഒരു കാര്യം വ്യക്തമാക്കി തരാം. കുഞ്ഞിപ്പള്ളി അങ്ങാടിയിൽ നിന്ന് ബസ് കയറാൻ നിൽക്കുന്ന ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറി മാഹിയിൽ ചെന്ന് ഇറങ്ങുകയാണ്. ഒരു ഉദാഹരണം പറയാം. മിനിമം ചാർജ് കൊടുത്തിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. മാഹിയിൽ ചെന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഒരുപാട് നിയമങ്ങളുണ്ട് ബസ്സിൽ, അല്ലെ? ഒരുപാട് നിയമങ്ങൾ. കയ്യും തലയും പുറത്തിടരുത്, ബസ്സിന്റെ നിയമമാണ്. കയ്യും തലയും പുറത്തിടരുതെന്ന് ബസ്സിൽ എഴുതിയ നിയമമാണ്. ടിക്കറ്റ് വാങ്ങുക, സൂക്ഷിക്കുക. ടിക്കറ്റ് ഒന്നും കൊടുക്കൂല, എന്നാലും അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ടിക്കറ്റ് വാങ്ങുക, സൂക്ഷിക്കുക എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. പവർ ബ്രേക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ബസ്സിലെ നിയമമാണ്, അല്ലെ? സ്റ്റെപ്പിൽ നിൽക്കരുത്, പുകവലി പാടില്ല, ഇങ്ങനെ കുറേ നിയമങ്ങൾ ബസ്സിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്തിനാണ്? സുതാര്യമായി യാത്ര ചെയ്ത് നമ്മുടെ ലക്ഷ്യസ്ഥാനമായ മാഹിയിൽ ചെന്ന് ഇറങ്ങണമെങ്കിൽ എന്ത് വേണം? ഈ നിയമം പാലിച്ച് പോകണം, എന്നാലും ഇവിടെ എത്തുള്ളൂ. എന്നതുപോലെ സ്വർഗം ലക്ഷ്യം വെക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം എന്ന വാഹനത്തിലേക്ക് കയറി കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പാലിച്ച് ജീവിച്ച് ക്രമീകരിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾക്കാണ് ലക്ഷ്യസ്ഥാനമായ സ്വർഗത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. ആ ഒരു ലക്ഷ്യബോധം നമ്മുടെ ജീവിതത്തിൽ എന്നും നിലനിർത്തുക. ആ രൂപത്തിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടി പരിശ്രമിക്കുക. സ്വർഗമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. സ്വർഗത്തിന്റെ ലക്ഷ്യത്തോടുകൂടി മാത്രം നമ്മൾ ഈ ഭൂമിയിൽ സഞ്ചരിക്കുക. അല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, ദാറുസ്സലാമിലേക്ക് അല്ലാഹു നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, സമാധാനത്തിന്റെ ഭവനത്തിലേക്ക്. അതുകൊണ്ട് സാരിഉ, നിങ്ങൾ ധൃതിപ്പെട്ടു വരണം. ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ടു പോരെ. അർളുഹസ് സമാവാതു വൽ അർള്, ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗ്ഗം, അതിലേക്ക് നിങ്ങൾ കടന്നു വാ. അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ വാ. ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചതാണ് അല്ലാഹുവിന്റെ സ്വർഗ്ഗം. എല്ലാ കാര്യങ്ങളിലും സൂക്ഷ്മത കൈവരിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചതാണ്. അള്ളാഹു അത്തരം മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ പിഴവുകൾ, തെറ്റുകുറ്റങ്ങൾ, ചെറുതും വലുതുമായ സകല പാപങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. എല്ലാ പാപങ്ങളിൽ നിന്നും പരിപൂർണമായി കൽബിനെ അകറ്റി നിർത്താനും
നന്മകൾ ഉണ്ട് എന്ന് കേൾക്കുന്നിടത്ത്, നന്മകൾ ചെയ്യാനുള്ള അവസരം കിട്ടുന്നിടത്തേക്കൊക്കെ നന്മകൾ ചെയ്യുന്ന നല്ല മനസ്സ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ റമദാനിൻ്റെ മുഴുവൻ ഖൈറും ബർക്കത്തും നേടിയെടുക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب دعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد وعلى آله وصحبه أجمعين. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.